മക്കളെ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് NCERT എക്സസൈസ് 2.7 ആണ്. +2 ഫിസിക്സ് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടുമ്പതി വീഡിയോസ് കാണാത്തൊരു നിർബന്ധമായിട്ട് അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. കാരണം കോൺസെപ്റ്റ് ഇങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ടോപ്പിക്ക് ഇങ്ങനെ കറക്റ്റ് ഓർഡറിലാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് കോൺസെപ്റ്റ് വൈസ് വീഡിയോസ് വേണ്ട ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടൈം കളയേണ്ട എന്താണ് ക്വസ്റ്റ്യൻ എന്നും അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യേണ്ട കോൺസെപ്റ്റ് എന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് തരുകയും ചെയ്യാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? 3 capacitors of capacitances 2 picofarad, 3 picofarad and 4 picofarad are connected in parallel ആണ്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ തന്നെയാണ്. തൊട്ടുമ്പോൾ 2.6 വന്നത് അത് സീരീസ് ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട് സ്വാഭാവികം. എ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ആണ്. ദെൻ അതിൽ ബി പാർട്ട് ആണെങ്കിലോ ഡിറ്റർമിൻ ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു എ 100 വോൾട്ട് സപ്ലൈ. അതിൽ ചാർജ് കണ്ടുപിടിക്കണം എന്നാണ് ബി പാർട്ട് പറയുന്നത്. നമുക്ക് രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് ബേസ് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്ന കാര്യം എന്താണ്? 3 കപ്പാസിറ്റേഴ്സ് കപ്പാസിറ്റൻസസ് തന്നിട്ടുണ്ടല്ലേ. C1 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 picofarad ആണ്. പൈക്കോ നമുക്ക് അവസാനം മാറ്റാം. 2 pf തന്നിട്ടുണ്ട്. C2 ആണെങ്കിലോ C2 = 3 pf ആണ്. ആൻഡ് C3 എത്രയാണ്? C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 picofarad ആണ്. ഈ മൂന്നാളും എങ്ങനെ കണക്ട് ചെയ്തു എന്നാണ് പറയുന്നത്? പാരലൽ കണക്ട് ചെയ്താൽ എ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അപ്പോൾ അവിടുത്തെ കോൺസെപ്റ്റ് എന്താണ്? ഒരു 3 കപ്പാസിറ്റേഴ്സ് പാരലലി കണക്ട് ചെയ്താൽ വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്? Cp = C1 + C2 + C3 ആണല്ലേ. ഇതാണ് നമ്മൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. 3 കൂടി കൂട്ടിയാൽ ഡയറക്റ്റ് കൂട്ടിയാൽ മതി. പക്ഷേ സീരീസ് ആകുമ്പോഴാണ് 1/CS. അത് തൊട്ടുമ്പോൾ 2.6 വന്നു. കാണാത്തൊരു ആ ക്വസ്റ്റ്യൻ കാണാം കേട്ടോ. അപ്പോൾ Cp = എത്ര വരും? C1 C2 C3 3 കൂട്ടുക. അപ്പോൾ 2 picofarad + 3 picofarad + 4 picofarad. 2 + 3 5 5 + 4 എത്രയാണ്? 9 picofarad ആണ്. പൈക്കോയിലാണ് മിക്കവാറും ക്വസ്റ്റ്യൻ വരിക. പൈക്കോ വന്നതിൽ മിക്കവാറും മൈക്രോ ആയിരിക്കും. കൂടുതൽ പൈക്കോനാണ് ചാൻസ്. ഒരു picofarad എന്ന് എത്രയാണ്? 10⁻⁻12. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു നോക്കണം. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എ പാർട്ട് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് അവിടുത്തെ നമ്മളെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ 3 capacitors ആർ കണക്റ്റഡ് ഇൻ പാരലൽ. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്നാണ് Cp = C1 + C2 + C3 ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സമ്മപ്പ് ചെയ്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതാണ് എ ക്വസ്റ്റ്യൻ. ബട്ട് ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റേഴ്സ് ആണ്. ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കപ്പാസിറ്റൻസിൻ്റെ ജനറൽ ഇക്വേഷൻ ഇത് അറിയാത്തൊരു നിർബന്ധമായിട്ടും പഠിക്കുക. C = ആരാണ്? Q/V. അങ്ങനെയാണെങ്കിൽ Q നമ്മുടെ ചാർജിൻ്റെ ഇക്വേഷൻ എന്താ? ഫ്രം ദിസ് ഇക്വേഷൻ Q = ആരാണ്? C/V ആണ് അല്ലേ. Q = ആര് വരും? C/V വരും. അങ്ങനെയാണെങ്കിൽ Q1 = എന്താണ്? നമ്മൾ പാരലൽ അത് അറിഞ്ഞിരിക്കണം കേട്ടോ. പാരലൽ കോമ്പിനേഷൻ ആകുന്ന സമയത്ത് ആരാണ് സെയിം? വോൾട്ടേജ് സെയിം ആയിരിക്കും. വോൾട്ടേജ് സെയിം ആയിരിക്കും. ബട്ട് ചാർജ് എന്തായിരിക്കുമെന്ന്? ചാർജ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. വോൾട്ടേജ് സെയിം ആണ് ബട്ട് ചാർജ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. എത്രയാണ്? 100 വോൾട്ടാണ് അപ്ലൈ ചെയ്തതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ Q1 = Q C/V ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ് ചെയ്ത് മെല്ലെ കാണാം. എന്നിട്ട് എന്ത് ഡൗട്ട് വരുന്നുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക? ഷുവലി കമൻറ്റ് ബോക്സിൽ ചോദിച്ചേ. Q1 = ആര് വരും? അപ്പോൾ C1 × V. V1 വരുക? ഇല്ല. കാരണം എന്താ? വോൾട്ടേജ് സെയിം ആണ്. പാരലൽ. അത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് Q1 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ Q1 = വാട്ട് ഈസ് C1? C1 എന്ന് പറഞ്ഞാൽ 2 picofarad ആണ്. അതായത് പൈക്കോ ഇപ്പോൾ തന്നെ മാറ്റിയാക്കണം. കാരണം നമുക്ക് വേറെ കൂടുതലൊന്നും ചെയ്യാനില്ല. കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ. പൈക്കോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻12. വോൾട്ടേജ് എത്രയാണ്? എത്ര വോൾട്ടേജാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? 100 വോൾട്ട്. അപ്പോൾ 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10² വരും. അപ്പോൾ 2 × 10⁻²ഉം 10⁻² വരുവാന്ന് എത്രയാണ്? 10⁻⁻10 കൂളോം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ Q1 കിട്ടി. ഫസ്റ്റ് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജാണ് 2 × 10⁻10 കൂളോം. ഇതേപോലെ നമ്മൾ സെക്കൻഡ് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ Q2 = കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ Q2 = എന്ത് വരുമെന്ന്? Q2 = C2 × V. Q2 = C2 × V. ദാറ്റ് ഈസ് Q2 = വാട്ട് ഈസ് C2? 3 picofarad. 3 × 10⁻10 ചെയ്തേക്ക്. വോൾട്ടേജ് എത്രയാണ്? 100. 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10² ആണ്. അപ്പോൾ 10² ചെയ്തു. ഓക്കെ, 10⁻12 ആണ് പൈക്കോ. അപ്പോൾ Q2 = ചെയ്ത് കഴിഞ്ഞാൽ -12ഉം 10⁻2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 3 × 10⁻10 കൂളോം. ഇതാണ് നമ്മളവിടെ വരിക. 3 × 10⁻10 കൂളോമാണ് നമ്മളെ Q2 കിട്ടുക. ക്ലിയർ ആണോ? സിമിലർ നമുക്ക് എന്ത് ചെയ്യണം? Q3 ചെയ്യണം. അപ്പോൾ Q3 = ആരാ വരിക? Q3 = C3 × V. C3ൻ്റെ വാല്യൂ എത്രയാണ്? 4 picofarad. 4 × 10⁻12. വോൾട്ടേജ് എത്രയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 10⁻2. അതായത് 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടുതലൊന്നുമില്ല. 4 ആൻസർ എത്ര വരും? 10⁻10 കൂളോം. അപ്പോൾ Q1 എത്രയാണ്? 2 ×
10 കൂളോം. Q2 എത്രയാണ്? 3 × 10⁻10 കൂളോം. Q3 എത്രയാണ്? 4 × 10⁻10 കൂളോം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 3 കൂടി കൂട്ടിക്കാൻ പറഞ്ഞാൽ അതും കൂടി ചോദിക്കാം. ടോട്ടൽ ചാർജ് എത്രയായിരിക്കും അപ്പോൾ ഉണ്ടാവുക? 3 കൂടി കൂട്ടിയാൽ 2 × 10⁻10 പ്ലസ് 3 × 10⁻10 പ്ലസ് 4 × 10⁻1, അതായത് 9 × 10⁻10 കൂളോമാണ് അവിടെ നമുക്ക് കിട്ടുക. ഓക്കെ, അത് വേണമെങ്കിൽ നമ്മൾ ഈ ചെയ്ത കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറയുന്നത്, നമ്മൾ ചെയ്തത് ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയും കൂടിയുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നമ്മൾ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാം. ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണേ Q എന്ത് ചെയ്യണം? CS അല്ല CP × V അല്ലേ, പാരലൽ അല്ലേ. അപ്പോൾ CP എത്രയാണ്? നമ്മൾ ആദ്യം കണ്ടുപിടിച്ച എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണ്? 9 × 10⁻12 വോൾട്ടേജ്. നമ്മൾ ജസ്റ്റ് പറയുകയാണ്, ഇത് ചോദിച്ചിട്ടൊന്നുമില്ല, ഞാൻ പറയുകയാണ്. നമ്മൾ ചെയ്ത് ഓക്കെ ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരിപാടിയാണത്. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ ചാർജ് ടോട്ടൽ ചാർജ് ആണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ ചാർജ് Q എത്രയാണ്? 9 × 10⁻10 കൂളോമാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ 3 ചാർജുകളില്ലേ, ആ 3 ചാർജുകൾ കൂട്ടിയാൽ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതായത് Q1 എത്രയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ Q1 കണ്ടുപിടിച്ചപ്പോൾ 2 × 10⁻10 കൂളോമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 × 10⁻10 കൂളോം. Q2 ആണെങ്കിലോ 3 × 10⁻10 കൂളോമാണ്. Q3 ആണെങ്കിലോ 4 × 10⁻10 കൂളോമാണ്. ഈ 3 ആളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? അത് എത്രയാണ്? നമ്മൾ ആദ്യം കണ്ടുപിടിച്ച 9 × 10⁻10 കൂളോം തന്നെ കിട്ടുന്നില്ലേ? ഓക്കെ, 2 + 3 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. 9 × 10⁻10 കൂളോം. അപ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട്. അങ്ങനെ ഉറപ്പിക്കാൻ നമുക്ക് ചെയ്തതിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എക്സസൈസ് 2.7 ആണ് ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷനിൽ പാരലൽ കോമ്പിനേഷനാണ്. തൊട്ടുമ്പ് സീരീസ് കോമ്പിനേഷൻ ആയിരുന്നു. നിർബന്ധമായിട്ടും പഠിക്കും. ഒരു ആവറേജ് ക്വസ്റ്റ്യനാണ്. ബോർഡ് എക്സാമിനും നോർമലി വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണത്. ഒരു കീം ലെവലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒരു ആവറേജ് ക്വസ്റ്റ്യൻ എന്ന് മാത്രമേ നമുക്ക് 2.7 വിലയിരുത്തേണ്ടതുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷുവർ കമൻറ്റ് ബോക്സിലായിട്ട് ചോദിക്കാം. ഓക്കെ, ടോപ്പിക് വൈസ് അതുപോലെ പ്രാക്ടിക്കൽ വീഡിയോസൊക്കെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത ദിവസത്തിൻ്റെ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.